എന്റെ മോളെ നീ ഏറ്റെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നീ ആവശ്യപ്പെടുന്നത് ഞാൻ തന്നിരിക്കും. അവളെ വിളിക്കുന്നതിന് മുമ്പ് എന്റെ പേരില് ആ പ്രോപ്പർട്ടി പ്രമാണം ചെയ്തു തരൂ. അവൻ വിളിക്കൂ. പക്ഷെ അതിനു മുമ്പ് കണ്ണനെ ലക്ഷ്മിയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഒന്ന് തണുപ്പിക്കണമെന്നാ ഉണ്ണി പറഞ്ഞിരിക്കുന്നത്. എന്റെ അച്ഛന്റെ കൊലയാളിയുടെ മോളെ, അയ്യോ, നീ നിന്നെ ന്യായീകരിക്കാനൊന്നും ശ്രമിക്കണ്ട. മര്യാദയ്ക്ക് വന്നതുപോലെ പോവാൻ നോക്ക്. നിന്റെ അമ്മായിയമ്മ കരഞ്ഞോണ്ട് നടക്കുക. എല്ലാരും കൂടെ കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുക മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ച് പറ്റാനായിട്ട്, വീണ്ടും ഞങ്ങളുടെയൊക്കെ ജീവൻ എടുക്കാനായിട്ട്. ഇനി മഞ്ജുന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാതെ പോയിറങ്ങി. പോടി. പോടി. മഹിക്കൊന്നും തോന്നരുത്. ഇതുപോലുള്ള ഇനങ്ങളോട് ഇങ്ങനെ തന്നെയാ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യേണ്ടത്. അവളുടെ അച്ഛൻ ജയിലിൽ പോയപ്പോ അവൾക്ക് മനസ്സിലായി ഇനി പഴയതുപോലെ ധാരാളിത്തം കാണിച്ച് നടക്കാൻ പറ്റില്ലെന്ന്. അപ്പോഴായിരിക്കും ഭർത്താവിന്റെ തുണ വേണോന്ന് തോന്നിയത്. അതിനുവേണ്ടി ഏട്ടത്തിയുടെ കാല് പിടിക്കാൻ വന്നതാ. നോണം കെട്ടവള് കൊള്ളക്കരച്ചിലായിട്ട് വന്നിരിക്കുന്നു. എന്തായി മോളെ? എന്തായിന്ന് എന്റെ കരണത്തോട്ട് നോക്ക്. മോളുടെ കരണത്ത് പാടുണ്ടല്ലോ. ആരെങ്കിലും അടിച്ചോ? അവളാ അടിച്ചത്. ആര്? ആദ്യം എനിക്കൊപ്പം നിന്നിരുന്ന എന്റെ നാത്തൂൻ. ഇപ്പൊ അവള് കണ്ണേട്ടന്റെ മഹാലക്ഷ്മിയുടെ ഒക്കെ സൈഡാണല്ലോ. അവളുടെ അച്ഛനെ എന്റെ അച്ഛൻ കൊന്നതിന്റെ ദേഷ്യ എന്റെ കരണത്ത് തീർത്തത്. എന്റെ ദൈവമേ, എന്താ ഈ കാണുന്നത്? മഹാലക്ഷ്മിയെ കണ്ട് കരഞ്ഞ് കാല് പിടിക്കാൻ വേണ്ടിട്ട് എന്റെ കുഞ്ഞ് ആശുപത്രിയിലേക്ക് പോയത്. എന്നിട്ട് മോളെ അവിടെ ഒരുത്തി സ്വീകരിച്ചതേ കാരണത്തടിച്ചോണ്ടാ. ആരാ നിന്നെ തല്ലിയത്? ആ ചത്തവന്റെ മോള് തന്നെ, മഞ്ജു. ലേഖയ്ക്കും മഞ്ജുവിനും ഒക്കെ നിന്നോട് ഭയങ്കര ദേഷ്യ. അതുകൊണ്ട് ഈ സമയത്ത് നീ അങ്ങോട്ടൊന്നും പോവാതിരിക്കുന്നത് നല്ലത്. മോൾക്കൊരു ജീവിതം വേണ്ടേ മോഹിനി? മോൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറെടുത്തോണ്ടിരിക്കുക. ആ നേരത്തെ അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിക്കാതിരിക്കാൻ വേണ്ടിട്ട് മോൾ ഉണ്ണിക്കൊപ്പം ജീവിക്കണമെന്നാ ഞാൻ ഏതു നേരം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിട്ടാ നിന്റെ മോളെ കാണാൻ എന്റെ കുഞ്ഞ് ആശുപത്രിയിലേക്ക് പോയത്. കണ്ണന്റെ വീട്ടിലേക്ക് എന്റെ മോളെ തിരിച്ചു കയറ്റണമെന്ന് പറയാൻ അല്ലേ മോളെ? പ്രസവം വരെ ഇവൾ ഇവിടെ നിൽക്കുന്ന അമ്മയെ നല്ലത്. ഇവിടെ നിന്നാൽ അങ്ങനെ അങ്ങ് നിന്നു പോവും. പിന്നെ നിന്റെ ഇളയ മരുമകൻ ഇവിടെ വന്ന് വിളിക്കത്തൊന്നുമില്ല. അവൻ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാ. അവന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാൻ അവന് താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ഒരുത്തനുമായി ജീവിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അമ്മേ? എന്ന് വെച്ചാ നിന്റെ മൂത്ത മോള് ഭർത്താവും കുഞ്ഞും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോ എന്റെ മോക്ക് ഭർത്താവും പാടില്ല അല്ലേ? ഞാൻ അതൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല മോഹിനി. നിന്നോട് കണ്ണന് വലിയ സ്നേഹമല്ലേ? അവനോടൊന്ന് പറ,
മോളുടെ കാര്യം ഒന്ന് പരിഗണിക്കാൻ. മോൾ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പഴയ സ്വഭാവം ഒന്നും എടുക്കത്തില്ല. വളരെ ശാന്തമായിട്ട് ജീവിച്ചോളും. കണ്ണൻ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഇവൾക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും നന്നാവാൻ പറ്റില്ലമ്മേ. ഇവളുടെ അച്ഛനാണ് കണ്ണന്റെ അച്ഛനെ കൊന്നതെന്ന് അറിഞ്ഞിട്ടും കണ്ണൻ അടങ്ങി ഒതുങ്ങി നടന്നതാ, കേസും വഴക്കും ഒന്നുമില്ലാതെ. എന്നിട്ട് ഇവളെന്താ ചെയ്തത്? പാവമായി നടിച്ചിട്ട് ലക്ഷ്മി മോളെ സ്റ്റെപ്പിന്ന് തള്ളി താഴെ ഇട്ടില്ലേ? അതുകൊണ്ടല്ലേ കണ്ണൻ ഇവളുടെ അച്ഛനെയും ആ വാമദേവനെയും കോടതി കയറ്റിയത്? ആ സമയത്ത് എന്നെ അമ്മയുടെ മോള് കഷ്ടപ്പെടുത്തിയ കാര്യങ്ങള് അമ്മ എന്താ പറയാത്തത്? ജോലിയൊന്നും ചെയ്യാത്ത എന്നെ കൊണ്ടാ ഒരു വീട്ടിലെ പണി മുഴുവനും അവളെ എടുപ്പിച്ചത്. അതുകൊണ്ട് നിനക്ക് നഷ്ടമൊന്നും വരില്ലായിരുന്നല്ലോ. വീട്ടുജോലി പഠിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കുറച്ചിലൊന്നുമല്ല. ഇന്നത്തെ ആൺകുട്ടികൾക്ക് വരെ അറിയാം ഇതൊക്കെ. അതിന് ഏതെങ്കിലും പെൺകുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തിയാണോടി നീ ചെയ്തത്? മോഹിനി, നീ മോളെ വെറുതെ കുറ്റപ്പെടുത്താതെ, മോളും ഉണ്ണിയായിട്ടുള്ള ദാമ്പത്യം വെറുതെ അറുത്തുമുറിച്ച് കളയാതെ. ഒന്നുമില്ലെങ്കിലും നിന്റെ വയറ്റി പറഞ്ഞോളല്ലേ ഈ നിൽക്കുന്നത്. ഇവളെ കണ്ണന്റെ വീട്ടിലേക്ക് കയറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കണ്ണനാ. അതിനുവേണ്ടി ഒരു കാരണവശാലും എനിക്ക് ശുപാർശ ചെയ്യാൻ പറ്റില്ല. ഇവള് മാറിയെന്ന് കണ്ണനും ലക്ഷ്മിക്കും തോന്നുകയാണെങ്കിൽ അവരിവളെ തിരികെ വിളിക്കും. ഇവൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ലക്ഷ്മിക്ക് ഇവൾ അനിയത്തിയാണെന്നൊരു ബോധമുണ്ട്. അതുകൊണ്ട് ഇവളുടെ അച്ഛനെയും വാമദേവനെയും കോടതി കയറ്റിയപ്പോ ഇവളെ ഒന്നും ചെയ്യരുതെന്ന് ലക്ഷ്മി കണ്ണനോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഇവളെ ഇപ്പൊ അമ്മയ്ക്ക് ജയിലിൽ പോയി കാണേണ്ടി വന്നേനെ. എന്റെ അമ്മോ, അവൾ അവളുടെ വേദാന്ത ക്ലാസ് നടത്തിയിട്ട് പോയി. പക്ഷേ മോളെ, ഇത് മോളുടെ ജീവിതമാ. ഒരു കാരണവശാലും മോൾ ഇവിടെ ഉറച്ചു നിൽക്കരുത്. മോൾ ഇനിയുള്ള കാലം ജീവിക്കേണ്ടത് ഉണ്ണിയുടെ കൂടെയാ. അതവന്റെ കുടുംബത്തിലായാലും ശരി, കുടുംബത്തിന്റെ പുറത്തായാലും ശരി. അവനുള്ളിടത്ത് നീ വേണം മോളെ. ഇടയ്ക്കിടയ്ക്ക് അനന്തോട്ടം പറയാറുണ്ട്, അന്ന് ആക്സിഡന്റിൽപ്പെട്ട കണ്ണേട്ടന്റെ അച്ഛന്റെ ബൈക്കുണ്ടല്ലോ, അതിലിരുത്തി കണ്ണേട്ടനൊപ്പം അനന്തോട്ടനെയും കൊണ്ടുപോയിട്ടുണ്ടെന്ന്. എന്നിട്ട് പിന്നെ ഏതെങ്കിലുമൊക്കെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുമെന്ന്. അതുപോലെ തന്നെ അനന്തോട്ടന്റെ പിറന്നാളൊക്കെ വരുമ്പോ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു കണ്ണേട്ടന്റെ അച്ഛൻ. തിരിച്ചു അതുപോലെ അനന്തോട്ടന്റെ പാരന്റ്സും കണ്ണേട്ടന് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു എന്ന്. അങ്ങനെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അന്ന് തൊട്ട് വലിയ ബന്ധമായിരുന്നു മഹി. ആ കഥകളൊക്കെ എന്നോടും പറയാറുണ്ട്. ഭയങ്കര സ്നേഹമുള്ള ഒരു അച്ഛനായിരുന്നു കണ്ണേട്ടന്റെ അച്ഛനെന്ന് അനന്തോട്ടൻ എപ്പോഴും പറയാറുണ്ട്. അന്ന് ആക്സിഡന്റ് നടന്ന ശേഷം കണ്ണേട്ടൻ കുറെ ദിവസം ICUവിൽ തന്നെയായിരുന്നു. ബോധമില്ലാതെ കിടന്ന കണ്ണേട്ടന്റെ അച്ഛന്റെ ബോഡി പോലും കാണാൻ പറ്റിയില്ല. ആ അച്ഛന്റെ തലയ്ക്കരികിലിരുന്ന് ഒരുപാട് അനന്തോട്ടൻ കരഞ്ഞുന്നാ പറഞ്ഞത്. ആ കഥയൊക്കെ പിന്നീട് അനന്തോട്ടൻ വീട്ടിൽ വരുമ്പോ എന്നോടും പറഞ്ഞിട്ടുണ്ട്. അമ്മ എത്തിയല്ലോ. അമ്മയുടെ മോളിവിടെ വന്നപ്പോ ഞാൻ കരണത്തൊരു അടി കൊടുത്തു കേട്ടോ. ഞാൻ കണ്ടു കവിളത്തെ പാടൊക്കെ.
നന്നായി മോളെ. ശരിക്കും പറഞ്ഞ അവള് ചെയ്ത തെറ്റിന് അവളും ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടതാ. അമ്മയെ നന്നായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, എങ്ങനെയെങ്കിലും കണ്ണേട്ടന്റെ വീട്ടിലേക്ക് തിരിച്ചു കയറാനായിട്ട്. ആ കാര്യത്തിൽ കണ്ണനാണ് തീരുമാനം എടുക്കുന്നതെന്ന് ഞാൻ അവളോടും അവളുടെ മുത്തശ്ശിയോടും പറഞ്ഞിട്ടുണ്ട്. കണ്ണന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അവളെ ആ വീട്ടിലേക്ക് തിരികെ വിളിച്ചാ മതി മോളെ. കരുണയ്ക്ക് നന്നാവാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു അമ്മേ. എന്നിട്ട് നന്നാവാത്തവള് ഇനി നന്നാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും നേരെ ആവില്ല. നൂലുകെട്ട് കഴിഞ്ഞ് ഏട്ടത്തി കുഞ്ഞിനെയും കൊണ്ട് കുടുംബത്ത് ചെല്ലുമ്പോ അവൾ അവിടെ ഉണ്ടെങ്കിൽ ഏട്ടത്തിക്കും കുഞ്ഞിനും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പോലും പറ്റില്ല. ആ മഹി, അപ്പോഴേ അമ്മ വന്നല്ലോ. കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ആ, ഞാനും വരുവാ. ഇടയ്ക്ക് സാഗരേട്ടനെയും കുട്ടി ഞാൻ വരാൻ എടുത്തി. അമ്മയ്ക്കൊന്നും തോന്നരുത്. കരുണയെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ പരിധി വിട്ടുപോയി. അതുകൊണ്ടാ ഞാൻ അവളെ തല്ലിയത്. അത് നന്നായെന്നല്ലേ മോളെ ഞാൻ പറഞ്ഞത്. പിന്നെന്തിന് അതേപ്പറ്റി വീണ്ടും പറയുന്നത്? ശരി അമ്മേ. വാ. അമ്മേ, ഉണ്ണി തിരികെ വിളിക്കുകയും കണ്ണേട്ടന് എതിർപ്പൊന്നുമില്ലെങ്കിൽ എനിക്കും കുഴപ്പമൊന്നുമില്ലാന്ന് ഞാൻ കരുണയോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോളെ, അവൾക്ക് അവളുടെ മുത്തശ്ശി വേണ്ടതൊക്കെ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും ഈ സമയത്ത് അവൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ തോന്നുന്നില്ല അവൾക്കൊരിക്കലും നന്നാവാൻ പറ്റില്ല മോളെ. അതെനിക്കറിയാം അമ്മേ. പിന്നെ വയറ്റിലൊരു കുഞ്ഞുമായിട്ട് അവള് മുന്നിൽ വന്നു നിന്ന് കരയുമ്പോ അറിയാതെ മനസ്സൊന്ന് പാളിപ്പോവും. അതുകൊണ്ടാ ഞാൻ സോഫ്റ്റായിട്ട് സംസാരിച്ചത്. എങ്കിലും മഞ്ജുവും ലേഖ്യം പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അല്ല, ഉണ്ണിയുടെ അച്ഛനെ അവളുടെ അച്ഛൻ കൊന്ന സ്ഥിതിക്ക് ഇനി അവളെ ഉണ്ണി തിരികെ വിളിക്കുമോ അമ്മേ? എനിക്കൊന്നും അറിയില്ല. തിരികെ വിളിക്കണമെന്നൊക്കെയാ അവളുടെ മുത്തശ്ശി പറയുന്നത്. ആ, അവനും അവന്റെ അമ്മായിയച്ഛനും ഒക്കെ ഏതാണ്ട് ഒരേ സ്വഭാവമാ. അതുകൊണ്ട് അവനെന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞാ അവൻ തിരികെ വിളിച്ചോളും. എന്തായാലും മുത്തശ്ശിയും കൊച്ചുമോളും ഒന്ന് ഭയന്നിട്ടുണ്ട്. ഇനിയിപ്പോ കേസ് നടത്താൻ ഒരുപാട് പൈസ ചെലവാവില്ലേ? അതുപോലെ തന്നെ കണ്ണനും ആ കുടുംബത്തിലുള്ളവർക്കും നഷ്ടപരിഹാരമൊക്കെ കൊടുക്കണ്ടേ? അതിന്റെ വേവലാതിയില്ല രണ്ടാളും. അതൊരു ഭയമായിട്ട് തന്നെ ഇരിക്കട്ടെ. ആ പിന്നെ മഞ്ജുവിന്റെ അമ്മയുടെ സ്വഭാവം നന്നായിട്ടുണ്ടെന്നാ തോന്നുന്നേ. അതുപോലെ എല്ലാരും മാറട്ടമ്മേ. വഴക്കും അടിയും അസൂയൊക്കെ എടുത്തു കളഞ്ഞിട്ട് എല്ലാവരും പരസ്പരം സ്നേഹിക്കുവാണെങ്കിൽ ഇത്രയും സന്തോഷത്തോടെ പോകാവുന്ന ഒരു വീടില്ല. എങ്കിലും കണ്ണൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നതാ കണ്ണന്റെ അച്ഛന്. ആ അച്ഛനെ കൊന്ന ഒരാളിന്റെ മോളോട് കണ്ണന് ക്ഷമിക്കാൻ പറ്റുമോ മോളെ? അതുപോലെ തന്നെ കണ്ണന്റെ രണ്ടാനമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ശരി സാർ. എന്തിനാ കരയുന്നേ? എന്നാലും
എന്റെ ആങ്ങളെ ഇത്രയും ദുഷ്ടനാണെന്ന് കരുതിയില്ല മോനെ. ആങ്ങള മാത്രമല്ല, ആങ്ങളുടെ മോനും അമ്മായിയും ഒക്കെ ദുഷ്ട കഥാപാത്രങ്ങളാ. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി വാമദേവൻ എന്റെ അച്ഛനെ കൊന്നു. അതിനുശേഷം ഞാനും മഹിയും തമ്മിൽ അകന്നു നിന്നപ്പോ സ്വത്തുക്കൾ മോഹിച്ച് ഞങ്ങൾക്കിടയിലേക്ക് സ്വന്തം മകളെ കടത്തിവിട്ടു. സ്വാതി ഇവിടെ വന്നു നിന്ന കാര്യ ഞാൻ പറഞ്ഞത്. അത് അമ്മായി എന്ന് പറയുന്നവരുടെ അറിവോടുകൂടിയാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എല്ലാരും കണക്കാണെന്ന്. മോനെ, ഇനി അങ്ങനെ ഒരു ബന്ധുക്കൾ എനിക്കില്ല. മോനെ മഹാലക്ഷ്മിയൊക്കെ വേദനിപ്പിച്ചതിനെ സകല ദൈവങ്ങളോട് ഞാൻ മാപ്പ് പറയാ. ഇതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടോ അമ്മേ? നിങ്ങളൊക്കെ സ്നേഹം നടിക്കുന്നത് നിങ്ങളുടെ കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയല്ലേ? മോനെ, സ്വന്തം പെങ്ങളെപ്പോലും വഞ്ചിച്ചവനാ വാമദേവൻ. അയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് എന്റെ അച്ഛനെ കൊന്നവനാ പ്രതാപൻ. അല്പം മനുഷ്യത്വമുള്ളവരാണെങ്കിലേ ഒരു കാരണവശാലും ഇനി ഈ പറയുന്ന ആൾക്കാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷേ ഈ വീട്ടിലുള്ളവരെ മാത്രം എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ ഭാര്യയും പിന്നെ എനിക്ക് കിട്ടിയ കുറച്ച് നല്ല സുഹൃത്തുക്കളും മാത്രമാ എന്റെ സമ്പാദ്യം. രണ്ടാനമ്മയെ അനിയനെയൊന്നും ആ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. ഏക ആശ്വാസം മഞ്ജുവാ. അവൾ ആരിലാണ് നന്മയെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വന്നു. മോനെ, ഇനി ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട് മോനെ. അതെ, സമ്പത്ത് മോഹിച്ചിട്ടൊന്നുമല്ല. അത്രയ്ക്ക് ഞാൻ തകർന്നു പോയടാ കോടതിയില്. ഞാനും ഉണ്ണിയൊക്കെ പ്രതാപനും വാമദേവനും അറസ്റ്റിലാവുമ്പോ ഞെട്ടുവെന്ന് നീ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ചിന്തിച്ചില്ല മോനെ, ആ കാരണം ഇതായിരിക്കുമെന്ന്. എന്റെ അച്ഛനെ രണ്ടും കൂടി കൊന്നെങ്കിലും ദൈവം കൊലയാളികളെ വെറുതെ വിട്ടില്ല എന്ന് മാത്രമല്ല, എന്നെ കൈപിടിച്ച് നടത്താൻ അന്ന് ആ ആക്സിഡന്റിന്റെ സാക്ഷിയായിരുന്ന മഹിയെ മാറ്റിവെച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് പ്രായവും പക്വത എത്തിയപ്പോ ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചു. അതാണ് ദൈവത്തിന്റെ ശക്തി. മോനെ, അതൊക്കെ എനിക്ക് മനസ്സിലായി. മോന്റെ അച്ഛന്റെ ആലോചന വന്നപ്പോഴേ രണ്ടാം വിവാഹം ആയതുകൊണ്ട് ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ. അപ്പോഴൊക്കെ എന്റെ അച്ഛനെയും അമ്മയും ബന്ധുക്കളെയൊക്കെ സ്വാധീനിച്ച് എന്നോട് മോന്റെ അച്ഛന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞ് എന്നെ കല്യാണത്തിന് പ്രേരിപ്പിച്ചതൊക്കെ എന്റെ ആങ്ങളെയാ. കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം എനിക്ക് മനസ്സിലായി, വിശ്വേട്ടനെ പോലെ നല്ലൊരാളെ ഭർത്താവായിട്ട് കിട്ടാൻ പ്രയാസമാണെന്ന്. മോൻ ഉൾപ്പെടെ 3 മക്കളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്താ വിശ്വേട്ടൻ എന്നെ വിട്ടു പോയത്. എനിക്ക് വിശ്വേട്ടനെ തന്നിട്ട് വാമദേവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല മോനെ. ഇപ്പൊ മനസ്സിലായല്ലോ ആങ്ങൾ ആരാണെന്ന്. നീ എന്ത് പറയുന്നടാ? കൊലയാളിയുടെ മോളെ ഇനി നിനക്ക് വേണോ? അവളെല്ലാവരുടെയും കാല് പിടിച്ചോണ്ടിരിക്കുക ഇവിടേക്ക് തിരിച്ചു വരാൻ വേണ്ടി. മോനെ, അവളുടെ മുത്തശ്ശി ഇവിടെ വന്നിരുന്നു. ഞാൻ ആട്ടിയാ വിട്ടത്. അവളുടെ വയറ്റില് ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്. അതിന് എടാ, അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും കൊണ്ട് അവൾ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ. അവളുടെ മുത്തശ്ശി അവളെ നോക്കട്ടെ. നിന്റെ അച്ഛന്റെ കൊലയാളിയുടെ മോളെ ഇനി നമുക്ക് വേണ്ട. പ്രതാപന്റെ സ്വത്തിലാണ് നീ കണ്ണു വച്ചേക്കുന്നെങ്കിൽ അയാളുടെ എല്ലാ സമ്പാദ്യം തീരാൻ പോവുക. അതുപോലൊരു കേസായത്. കോടതി കാര്യങ്ങൾക്ക് വേണ്ടി അയാൾക്ക് ഒരുപാട് പൈസ ചെലവാവും. അതുപോലെ തന്നെ ചിന്തിക്കാൻ കഴിയാത്തൊരു നഷ്ടപരിഹാരം അയാൾ നമുക്ക് തരേണ്ടി വരും. എന്ന് വെച്ചാ പ്രതാപൻ ഇനി പാപ്പരാണ്. നമ്മുടെ അച്ഛന്റെ കൊലയാളിയുടെ മകളെ നീ ചിലപ്പോ സ്വീകരിച്ചെന്ന് വരും. എന്നാ പാപ്പരായ ഒരു അമ്മായിച്ചന്റെ മകളെ നീ മടക്കി വിളിക്കില്ല. എങ്കിലും ഞാൻ പറയാ, എപ്പോഴെങ്കിലും നീ മനസ്സ് മാറി അവളെ കൂട്ടിക്കൊണ്ടു വരികയാണെങ്കിൽ ഇതുകൂടി നീ ഓർത്തു വെച്ചേക്കണം. ഇനി അവൾ ഒരു തെറ്റ് ചെയ്താൽ അവള് മാത്രമായിരിക്കില്ല, നീയും പുറത്തു പോയിരിക്കും.
എന്തിനാണ് അവളെ മടക്കി കൊണ്ടുവരുന്നത്? അവളുടെ മുത്തശ്ശി അവൾക്കുള്ളതെല്ലാം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തിനാ ഞാൻ അവളെ കളയുന്നത്? നീ എന്താടാ ആലോചിക്കുന്നേ? ഒന്നുമില്ല അമ്മേ. എടാ, അവളെ ഇനി നമുക്ക് വേണ്ടടാ. അവൾ എവിടെയെങ്കിലും പോയി ജീവിക്കോ മരിക്കോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. വാ, രണ്ടാളും ഒന്നിച്ചു വാ. എന്താ മാർക്കോ? കണ്ണൻ സാറ് ഈ വീടിന്റെ താക്കോല് തന്നിട്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്നെ കുറച്ചു മുമ്പ് കണ്ണൻ സാർ വിളിച്ചിരുന്നു. എന്നിട്ട് മാർക്കോയുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഗിഫ്റ്റാണ് ഈ വീട്.